അലി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം ഫാത്തിമ റളിയല്ലാഹു അൻഹയെ ഭാര്യയായി കിട്ടിയതാ. അതിൽ പര ഒരു ഭാഗ്യമുണ്ടോ? പക്ഷെ ഫാത്തിമ റളിയല്ലാഹു അൻഹ തമാശക്ക് നബി തങ്ങളോട് ഒരു കാര്യം ചോദിച്ചു. അപ്പോ നബി തങ്ങൾക്ക് അത് വലിയ സങ്കടമായി. തമാശക്ക് ചോദിച്ചതാ, അങ്ങനെ സങ്കടം ആകില്ല എന്ന് കരുതിയിട്ടാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ ചോദിച്ചത്. ഫാത്തിമ റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയെ എത്രയോ സമ്പന്നര് വന്ന് എന്നെ ചോദിച്ചു, എനിക്കറിയാം. കല്യാണത്തിന് മുമ്പാണ്, അലി റളിയല്ലാഹു അൻഹുവായിട്ടുള്ള കല്യാണം തീരുമാനിച്ചതിന് ശേഷം എത്രയോ സൗന്ദര്യമുള്ളവര് ഈ മക്കത്ത് വന്ന് എന്നോട് കല്യാണം ആലോചിച്ചു റസൂലേ. എത്രയോ സമ്പന്നര് വന്ന് കല്യാണം ആലോചിച്ച നബി, അവർക്കൊന്നും കൊടുക്കാതെ അങ്ങയുടെ കരളെന്ന് പറഞ്ഞ ഈ ഫാത്തിമ ഇങ്ങനെ മാറ്റിവെച്ചിരുന്നത് ലി ഫഖീരി മിൻ ഖുറൈശ്, ഖുറൈശികളിൽപ്പെട്ട ഈ പാവപ്പെട്ട ഫക്കീറിന് കൊടുക്കാനാണോ നബി? വെറുതെ ചോദിച്ചതാ തമാശക്ക്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണ് നിറഞ്ഞുപോയി. ഹരംബ റസൂൽ പറഞ്ഞു, ഫാത്തിമ, അലി റളിയല്ലാഹു അൻഹു പരലോകത്തെ പണക്കാരനാണ് ഫാത്തിമ, അലി റളിയല്ലാഹു അൻഹു ഫക്കീറല്ല ഫാത്തിമ, അല്ലാഹുവിന്റെ കോടതിയിലെ പണക്കാരനാണ് ഫാത്തിമ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അവിടെയാണ് ഞാനും നിങ്ങളും വിജയിക്കേണ്ടത്. അവിടെയാണ് പൊന്നുമോനെ നമ്മൾ വിജയിക്കേണ്ടത്. ദുനിയാവിൽ എത്ര സൗഭാഗ്യം കിട്ടിയാലും എത്ര നേട്ടങ്ങൾ കിട്ടിയാലും എന്തൊക്കെ കൈയടക്കി വെച്ചാലും അല്ലാഹുവിന്റെ കോടതിയിൽ വല്ലദീന തഖൗ ഫൗഖഹും യൗമൽ ഖിയാമ. ദുനിയാവിൽ നിന്നെ മാറ്റിവെക്കട്ടെ, കുറ്റപ്പെടുത്തട്ടെ, കല്ലെറിയട്ടെ, പരിഹസിക്കട്ടെ, ചീത്ത വിളിക്കട്ടെ, ആക്ഷേപിക്കട്ടെ, പക്ഷെ അല്ലാഹുവിന്റെ സത്യസന്ധതയുടെ കോടതിക്ക് മുന്നില് അവിടെ ഏറ്റവും വലിയ വിജയം ഭരിക്കുന്നയാളാവാ. എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സ് വെക്കുക, അവിടെ അല്ലാഹു നോക്കുന്നത് കെട്ടിനപ്പുറമുള്ള തഖ്വയാണ്, മറ്റിനപ്പുറമുള്ള തഖ്വയാണ്, ശൈലിനപ്പുറമുള്ള തഖ്വയാണ്. ആ തഖ്വയുള്ളവർക്ക് വിജയം ഭരിക്കുന്ന ലോകത്ത് എന്റെ അലിയാരിതങ്ങള് സമ്പന്നനാണ് ഫാത്തിമ എന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു. പക്ഷേ അലിയാരിതങ്ങൾക്ക് കണ്ണീരായിരുന്നു ഫാത്തിമാരെ കിട്ടുമെന്ന് പറഞ്ഞപ്പോ. സന്തോഷമുണ്ടെങ്കിലും കണ്ണീരായിരുന്നു. എന്താ കാരണം? നമ്മളെ പോലെ അലി റളിയല്ലാഹു അൻഹുവിന് 1,00,000 രൂപയുടെ ഓഡിറ്റോറിയം ബുക്ക് ചെയ്യാൻ കാശില്ല. മോളെ ത്രാസിൽ കയറ്റി തൂക്കി നോക്കിയിട്ട് 60 കിലോ ഉണ്ട്, 60 കിലോ സ്വർണം. മോളെ തൂക്കത്തിന് തുലാഭാരം പോലെ സ്വർണം കൊടുത്ത് കെട്ടിക്കാനൊന്നുമില്ല. അലി റളിയല്ലാഹു അൻഹുവിന് പെണ്ണ് കെട്ടുമ്പോ തന്റെ കുടുംബത്തിൽപ്പെട്ട ഓരോരുത്തർക്കും മാറി മാറി കല്യാണത്തിന്റെ അന്ന് ഉടുത്തൊരുങ്ങി ആഹ്ലാദിക്കാൻ ഡ്രസ്സുകൾ എടുത്തു കൊടുക്കാൻ കാശില്ല. അല്ലേ? നമ്മുടെയൊക്കെ സഹോദരിമാർ ഇവിടെ വലിയ നിയമങ്ങൾ ഇല്ലാതിരുന്നിട്ട് പോലും ഒരു 50,000, 1,00,000, 2,00,000 രൂപയുടെ ഡ്രസ്സ് എടുക്കും വീട്ടിൽ ആരുടെ കല്യാണം നടന്നാലും. കണ്ണൂരിലും കാസർഗോഡൊക്കെ പോയാലുണ്ടല്ലോ, ഒരു പുതുമണവാട്ടിയുടെ പെണ്ണിനെടുക്കുന്ന ഡ്രസ്സ് 3 മണവാട്ടിയുടെ ഡ്രസ്സിന്റെ വിലയാണ്. അത്രയ്ക്ക് പവറ. ഉമ്മമാർക്കാണ് ഒരുക്കം, പെമ്മുക്കുട്ടിയേക്കല്ല. ഉമ്മമാർക്കാണ് ഒരുക്കം. എത്ര പണം നമ്മൾ പൊളിച്ചു കളയുന്നു. എന്റെ മുമ്പിലിരിക്കുന്ന സഹോദരങ്ങളോട് പറയാം, എന്റെ കല്യാണം നിങ്ങൾക്കറിയാം, അഭിമാനത്തോടു കൂടി പറയാം, എത്ര നിങ്ങൾക്ക് ചുരുക്കാൻ പറ്റും അത്രയും ചുരുക്കണം. ചുരുക്കാൻ വേണ്ടിയിട്ട് വിളിച്ചോടി രജിസ്റ്റർ വിവാഹം നടത്തി കളയരുത്. അത് പറഞ്ഞ എനിക്ക് ഞാൻ ചുരുക്കാൻ തയ്യാറാന്ന് പറഞ്ഞ് അയാളെ വിളിച്ചോണ്ട് രജിസ്റ്റർ വിവാഹം നടത്തി 10-20 രൂപ കേസല്ലേ ഉള്ളൂ, റാഹത്തായി. വാക്കവി പറഞ്ഞ പിന്നെ അതിനപ്പുറം ഇല്ല. അങ്ങനെ എന്റെ പേരിൽ പഴിയാരരുത്. അപ്പോ ചുരുക്കാന്ന് പറഞ്ഞ ഒരു മാതൃകയായിരിക്കണം നമ്മുടെ കല്യാണം. അല്ല നമ്മളിപ്പോ നിസ്കരിക്കുന്നു, മറ്റു എല്ലാ കാര്യത്തിലും ഒരു ഇസ്ലാമിയത്തിന്റെ ഒരു ഒഴുക്കുണ്ടായാൽ അതൊരു വലിയ തൗഫീഖാണ്. അള്ളാഹു ആ മഹാഭാഗ്യം നമുക്ക് തരട്ടെ. ഇച്ചിരിയൊക്കെ ത്യാഗം ചെയ്യാനുള്ള മനസ്സ്, ഒന്ന് പരിശ്രമിക്കാനും ഇച്ചിരി കഷ്ടപ്പെടാനും കൂടെ ഒരു മനസ്സുണ്ടാവണം. ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് കിടക്കുന്ന കവറിന്റെ അകത്ത് ആരും ഉണ്ടാവില്ല സഹോദരൻ. വളരെ പ്രയാസമാണ്. അപ്പോ അലി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കാശില്ലാത്തത് കൊണ്ട് ബഹുമാനപ്പെട്ടവർ തീരുമാനിച്ചതെന്താ? മക്കയിലെ ഏറ്റവും വിലപിടിപ്പുള്ള പുല്ലാണ് ഇദ്ഖർ പുല്ലെന്ന് പറയും. ഇദ്ഖർ പുല്ല് അത് ഒരുപാട് നിൽക്കുന്ന സ്ഥലത്ത് പോയി അതിനെ ചെത്തിയെടുത്ത് ഒരു കൊട്ടയ്ക്കകത്താക്കി ആ ഇദ്ഖർ പുല്ല് കമ്പോളത്തിൽ കൊണ്ടുവന്ന് കല്യാണത്തിന് മുമ്പ് കച്ചവടം നടത്തുക അലി റളിയല്ലാഹു അൻഹു തീരുമാനിച്ചതാ. വേങ്ങോടും പാലോടും മഞ്ഞമലയിലും കൊച്ചാലമൂടും വാവറമ്പലത്തും പോത്തങ്കോടും പാച്ചറയിലും ഒക്കെയുള്ള നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ കല്യാണത്തിന് കാശില്ലാതെ വന്നാൽ എന്താ ചെയ്യാ? പലിശക്കാരനെ വിളിക്കും. അല്ലോ അണ്ണ, അങ്ങനെ സ്ത്രീധനൊക്കെ ഒരുപാടുണ്ട്, എന്നാലും എന്റെ കയ്യിൽ ഒരു നിലനിൽപ്പിനൊന്നുമില്ല, ഒരു 1,00,000 എങ്ങനെയും ഒന്ന് കുറഞ്ഞ പലിശക്ക് എങ്ങനെയും ഇച്ചിരി ഒന്ന് മറിച്ച് തന്ന പിന്നെ 2 മോതിരം മിക്കവാറും റെഡിയാവും, കുഴപ്പമൊന്നുമില്ല. അതൊക്കെ പെണ്ണ് സംഭവമൊക്കെ സെറ്റപ്പാണ്. ഞാൻ കണ്ടു, സ്വർണ്ണമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ ഫോണിലൂടെ ഒന്ന് ചൊല്ലലുണ്ട്, കാര്യങ്ങളൊക്കെ പറയലുണ്ട്. അങ്ങനെ 1,00,000, 2,00,000 ഇങ്ങനെ പലിശക്ക് എടുക്കില്ല.
ഒരാവശ്യമില്ലാതെ എടുക്കുക, ഒരാവശ്യവുമില്ലല്ലോ. എന്തിനാണ് എടുക്കുക? ഒരാവശ്യമില്ലല്ലോ. വെറുതെ അടിച്ചു വിളിക്കാം. പെണ്ണിന്റെ കൂടെ നടക്കണ്ടേ? കാർ റെന്റിനെടുക്കും. എന്തിനാണ് അല്ലെ? നമുക്കുള്ളത് വെച്ചിട്ടൊരു ഒരു ആഘോഷം പോരെ. എന്നാലും അതുണ്ടെങ്കിലേ പറ്റൂ. പെണ്ണിനെ കൊണ്ടൊക്കെ ഒന്ന് വിരുന്നിനൊക്കെ പോകുമ്പോ കാറിലൊക്കെ ചെന്ന് ഇറങ്ങി പോകാൻ ചാവിയൊക്കെ ഇറക്കി. കല്യാണം കഴിച്ചുകൊണ്ട് പാരീസ് വരെ ഒന്ന് പോകണമെന്നുണ്ടായിരുന്നു. അപ്പൊ ആരോടൊന്ന് വെളിയിറങ്ങി കാണൂലല്ലോ. അപ്പൊ ചിലപ്പോ വേഗം ഓടുന്ന ടൗൺ കണ്ടാണല്ലോ, 16 മൈൽ വരെ പോയിട്ടുണ്ടാവുള്ളൂ. എന്നാലും പാരീസ് പോകണമെന്നുണ്ട്. അടുത്ത ആഴ്ച ചിലപ്പോ ശരിയാവും. വിസയ്ക്ക് അപ്ലോഡ് ചെയ്ത് പാസ്പോർട്ട് കൊടുത്ത് ഈ ഡയലോഗ് ഒരു 3-4 മാസം എല്ലാ പണത്താക്കന്മാരും വേണമെന്ന് തന്നെയാണ്. അത് കണ്ടിട്ട് നിനക്കൊരു വെറൈറ്റി ആവാനെങ്കിലും ഒന്ന് ആഗ്രഹിച്ചൂടെ? അത് വേണ്ടാന്ന്. ഇപ്പൊ ന്യൂ ജനറേഷൻ അല്ലേ, പക്ഷെ അതും ചിന്തിക്കൂല. നമ്മുടെയൊക്കെ മനസ്സെങ്ങനെയാ? ജനങ്ങളുടെ മുന്നിൽ ഒന്ന് തല ഉയർത്തുക. അള്ളാന്റെ മുന്നിൽ നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, ജനങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നടക്കണം. അള്ളാന്റെ മുന്നിൽ നടന്നിട്ട് ജനങ്ങളുടെ മുന്നിൽ പാപ്പരാവാൻ തീരുമാനിച്ചു. അതാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, അതാണ് മഹാന്മാരെ ഔലിയാക്കൾ, അതാണ് കുത്തുബീങ്ങൾ. നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ കുളിക്കാതെ നനയ്ക്കാതെ നടക്കുന്ന പോലെ തോന്നും, പക്ഷെ അള്ളാന്റെ അടുത്ത് അവരൊക്കെ പുതുമണവാളന്മാരെക്കാൾ പവറാണ്. അതുകൊണ്ടാണ് ഔലിയാക്കളെ കുറിച്ച് നമ്മൾ എന്നും അന്നും ഇന്നും അഭിമാനത്തോടെ പറയുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കണം.